എല്ലാവർക്കും റിലേഷൻഷിപ്പ് ഉണ്ട്, അത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയും. ഇപ്പോൾ ഭയങ്കര പൊസസീവാണ്, പിന്നെ അതിൽ സംശയം, ഓൺലൈനാണോ, അയാൾ വേറെ ആരോട് സംസാരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അയാൾ റിപ്ലൈ തന്നോ, വേറെ ആൾ ലൈക്ക് ചെയ്തോ, എന്നിട്ട് ഇത് വഴക്കുണ്ടാകും. ഇതിൻ്റെ എല്ലാം റൂട്ട് കോസ് എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് ലവ് ഇല്ലേ, സെൽഫ് റെസ്പെക്റ്റ് ആൻഡ് സെൽഫ് എസ്റ്റീം, ഇതിൻ്റെ ലാക്കാണ് കാണിക്കുന്നത്. ഹായ്, ഞാൻ ഡോക്ടർ ട്രേസി മോൾ മത്തായി, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. നമുക്കിന്ന് റിലേഷൻഷിപ്പ് ഹാൻഡ്ലിംഗ്, പൊസസീവ്നെസ് ആൻഡ് ഡൗട്ട്സ് ഇൻ റിലേഷൻഷിപ്പ്, ഈ വക കാര്യങ്ങളൊക്കെ അതെന്താണെന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പം എല്ലാവർക്കും റിലേഷൻഷിപ്പ് ഉണ്ട്, അത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയും. അതിലിപ്പോൾ ഭയങ്കര പൊസസീവാണ്, പിന്നെ അതിൽ സംശയം, ഈ വക കാര്യങ്ങൾ എപ്പോഴും എല്ലാവരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലോ. ഓവർ പൊസസീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസെക്യൂരിറ്റി അൺലിമിറ്റഡ് എന്നുള്ളതാണ് ശരിക്കും. നമ്മൾ ഒരുപാട് പിന്നെ ഭയങ്കര ശ്വാസം വിടാൻ സമ്മതിക്കുന്നില്ല. ഇപ്പോൾ ഓൺലൈനിലൊക്കെ ആണെങ്കിൽ നമ്മുടെ പിന്നെ റിലേഷൻഷിപ്പിലുള്ള ആൾ ഓൺലൈനാണോ, അയാൾ വേറെ ആരോട് സംസാരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അയാൾ റിപ്ലൈ തന്നോ, വേറെ ആൾ ലൈക്ക് ചെയ്തോ, എന്നിട്ട് ഇത് വഴക്കുണ്ടാക്കുന്നു, ദേഷ്യം, ഇതിപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെ പ്രശ്നം. എന്നെ കണക്ട് ചെയ്യുന്നില്ല, എനിക്കൊക്കെ ഓരോ ഇഷ്യൂ കരഞ്ഞു വിളിച്ചുകൊണ്ട് വരുന്നതാണ്. ഇതുപോലെ ഇത് നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ വാട്സാപ്പിൽ ഒരു റിപ്ലൈ പോലും തന്നില്ല, എൻ്റെ വോയിസ് ഇത് കണ്ടു എന്നിട്ട് പോലും അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല, ഞാൻ ഫോൺ ചെയ്ത് നോക്കി, ആ സമയത്ത് വേറെ ഒരാളുമായിട്ട് അയാളുടെ ഫോണും എൻഗേജഡാണ്, അതുകൊണ്ട് അവർ തമ്മിലാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് ഉറപ്പിക്കുകയാണ്. അതിപ്പോൾ എങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കും? അയാൾ വേറൊരാളുമായിട്ടാണ് സംസാരിക്കുന്നത്, അങ്ങനെ ഇയാൾ ഉദ്ദേശിച്ച മറ്റൊരാളുമായിട്ടാണ് സംസാരിക്കുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രത്യേകത, ഇതിൻ്റെ എല്ലാം റൂട്ട് കോസ് എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് ലവ് ഇല്ലേ, സെൽഫ് റെസ്പെക്റ്റ് ആൻഡ് സെൽഫ് എസ്റ്റീം, ഇതിൻ്റെ ലാക്കാണ് കാണിക്കുന്നത്. നമുക്ക് ഏത് റിലേഷൻഷിപ്പിനകത്താണെങ്കിലും ട്രസ്റ്റ് വേണം, ലവ് വേണം, ആൻഡ് റെസ്പെക്റ്റ് ആൻഡ് ലവ് ആണ് ഇതിൻ്റെ ഫ്യൂവൽ എന്ന് പറയുന്നത്. ഇതുണ്ടെങ്കിൽ അത് നല്ല രീതിക്ക് പോവുള്ളൂ. അല്ലാതെ നമുക്ക് നമ്മുടെ ഇൻസെക്യൂർ ഫീലിംഗ്, വീട്ടിൽ കുറേ പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ എന്നെ വീട്ടിൽ ആരെങ്കിലും ഭയങ്കരമായിട്ട് ഇമോഷണലി വളരെ അബ്യൂസീവായിട്ട് എന്നോട് പെരുമാറുന്നത്, അപ്പോൾ അതിന് എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, ആ റിലേഷൻഷിപ്പ് എനിക്ക് ഇതിനൊരു ആശ്വാസം തരുന്നുണ്ട്, അതിന് വേണ്ടിയാണ് ഞാൻ ഈ അഫെയറിൽ ഇരിക്കുന്നത്, അങ്ങനെയെല്ലാം പറയുന്നൊരവസ്ഥയുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും നമ്മളുടെ പ്രോബ്ലം വേറൊരാൾക്ക് ഹാൻഡിൽ ചെയ്ത് തരാൻ പറ്റില്ല. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമൊന്നുമല്ല. നമ്മുടെ പ്രോബ്ലം നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യും. നമുക്ക് ഇൻസെക്യൂർ ഫീലിങ്സ് ആണോ ഉള്ളത്, അല്ലെങ്കിൽ ഓവർ പൊസസീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ തന്നെയാണ്. എവിടെയെങ്കിലും വളരെ അരക്ഷിതബോധം, എന്തെങ്കിലും ഹേർട്ട് ഫീലിംഗ്, എന്തെങ്കിലും ട്രോമ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. അത് ഹീൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അത് ഹീൽ ചെയ്തെടുക്കാതെ ഇത് മുഴുവനും നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള പാർട്ട്ണറിൻ്റെ അടുത്തേക്ക് അത് മുഴുവനും അങ്ങോട്ട് ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതിരിക്കുമ്പം അവർക്ക് പറയുന്നതിനൊരു പരിധിയുണ്ട്. ചിലപ്പോൾ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ലാതെ വരും. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ പറയുമ്പോൾ എന്നോട് സ്നേഹമില്ലേ, ഞാൻ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, എനിക്ക് അത്രയും താല്പര്യമായിട്ടല്ലേ, ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് അകന്നകന്ന് പോയിട്ട് വേറെ ഫ്രണ്ട്സും വേറെ ആൾക്കാരുമായിട്ടുള്ള ബന്ധത്തിലേക്കൊക്കെ പോകാം. അപ്പം നമുക്കൊരു ബ്രീത്തിങ് സ്പേസ് എല്ലാ ബന്ധത്തിനകത്ത് ആവശ്യമാണ്. നമുക്കൊരു ടെറിറ്ററി, നമ്മൾക്കൊരു ബൗണ്ടറി വേണം. അതിനകത്ത് നിന്നുകൊണ്ട് റെസ്പെക്റ്റ് ചെയ്യണം അതർ പേഴ്സൻ്റെ ബൗണ്ടറിയെ. ഒരുപാട് അങ്ങ് ട്രെസ്പാസ് ചെയ്യാതെ. പഴയ ഒരു ചൊല്ലൊക്കെ ഉണ്ട്, മൈ ഫ്രീഡം എൻഡ്സ് അറ്റ് യുവർ നോസ് ടിപ്പ് എന്ന് പറയും. നിങ്ങളുടെ മൂക്കിൻ്റെ അറ്റത്ത് എൻ്റെ സ്വാതന്ത്ര്യം അവസാനിക്കുന്നു എന്ന് പറയും. ഒരു ഗ്യാപ്പ് കൊടുക്കണം. രണ്ട് വ്യക്തികളാണ്, അത് ശരി തന്നെ. പക്ഷേ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ നമ്മളോടത്ത് ഒരാൾ അടുത്തിരുന്ന് നമുക്ക് ബുക്ക് വായിക്കണമെങ്കിൽ ഒരു നിശ്ചിത ഡിസ്റ്റൻസ് വേണ്ടേ. അതിനപ്പുറത്തോട്ട് പിടിച്ചാൽ കണ്ണ് കാണാൻ പറ്റില്ലല്ലോ, നമുക്ക് ലെറ്റേഴ്സ് ക്ലിയർ ആവില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ബന്ധങ്ങളിലെല്ലാം ആ ഒരു സ്പേസ്, ഒരു ഹെൽത്തി സ്പേസ് ഇടാൻ നമ്മൾ പഠിക്കണം. നമ്മൾ ഒരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ എല്ലാ ഇൻസെക്യൂർ ഫീലിങ്സും എല്ലാ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനാണ് ആ വ്യക്തി എന്ന് ചിന്തിക്കുന്നതാണ് ഇവിടെ പ്രശ്നമുള്ളത്. അപ്പോഴാണ് നമ്മളിൽ നിന്ന് ആൾക്കാർ അകന്നകന്ന് പോകുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പ്രശ്നം തന്നെയില്ല. എത്രമാത്രം നമ്മൾ ഹെൽത്തി ആയിട്ട് വരുന്നു അത്രയും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമ്മളോട് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കും.
ഇങ്ങനെ പറയുന്ന സമയത്ത് വേറൊരു ഇതുമായിട്ട് കണക്ട് ചെയ്യാത്ത ഒരു എക്സാമ്പിൾ തന്നെ ഞാൻ പറയാം. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്, നന്നായിട്ട് നമുക്ക് ആൾക്കാരെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത്. എൻ്റെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. ആ പ്രൊഫസർ ഒരു സീനിയർ പ്രൊഫസറാണ്, ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. വളരെ എല്ലാ ദിവസവും ഇത്രയും സ്കിൽഡ് ആയിട്ടുള്ള സാറ് എല്ലാ ദിവസവും നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ, നാളെ എടുക്കേണ്ട ക്ലാസ് തലേ ദിവസം റെഡിയാക്കും, വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യും. നല്ല പ്രിപ്പയർഡായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സാറായിരുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ കുട്ടികളും ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തവർ വരെ, ഉഴപ്പുന്നവർ, മടിയുള്ളവർ പോലും ശ്രദ്ധിച്ചിരിക്കുകയും എല്ലാ അസൈൻമെൻറ്റ്സും പക്ക ചെയ്യുകയും ചെയ്യുമായിരുന്നു. കാരണം സാറിൻ്റെ സിൻസിയറായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ, എനർജി, സിൻസിയറിറ്റി, അത് എല്ലാവരെയും ട്രാൻസ്ഫോം ചെയ്തു. അത് ഇതുപോലെ തന്നെയാണ് റിലേഷൻഷിപ്പിൻ്റെയൊക്കെ കാര്യം പറഞ്ഞാലും. നമ്മളതിനകത്ത് ആത്മാർത്ഥമായിട്ടാണോ നിൽക്കുന്നത്, ജെനുവിനാണോ, സത്യസന്ധമാണോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ തന്നെയുള്ള റെസ്പോൺസ് നമുക്ക് വരും. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള അൺഹെൽത്തി പാറ്റേൺസ് ഉള്ളവർ അത് ഒഴിഞ്ഞു പോകുന്നത് തന്നെയാണ് നല്ലത്. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത് സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്തില്ലെങ്കിൽ അത് ഹെൽ ഓഫ് ആൻ എക്സ്പീരിയൻസ് ആയിരിക്കും. അത് ഒഴിഞ്ഞു പോകുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ എല്ലാവർക്കും നല്ല ഹാപ്പി ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഉണ്ടാവട്ടെ. എല്ലാവർക്കും നന്നായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ. ഹാപ്പി ലൈഫ്.